ഹലോ ഫ്രണ്ട്സ്, +2 ഫിസിക്സ് ചാപ്റ്റർ 8 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഡിസ്കഷൻ തുടരുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 2 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് താരതമ്യേന ഒരു ചെറിയ വീഡിയോ ക്ലാസ് ആയിരിക്കും. ഇവിടെ നമ്മൾ പഠിക്കുന്ന 2 ടോപ്പിക്ക്, ഒന്ന് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഇൻ ദി EM വേവ്. EM വേവിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും എക്സ്പ്രഷൻസ്, അവർ തമ്മിലുള്ള എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും സെപ്പറേറ്റ് എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അപ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കിയിട്ട് ഒരു വേവ് എവിടെയാണുള്ളത് അങ്ങനെയൊക്കെ നോക്കാൻ നമുക്കറിയായിരിക്കും. പക്ഷേ ഫണ്ടമെൻ്റലി എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ഉത്തരം ഉണ്ടാകാറില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് EM വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദി Z ഡയറക്ഷൻ. ഈ Z ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന ഒരു EM വേവിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രമാണ് ഈ കാണുന്നത്. ഇപ്പോൾ Z ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ദി Z ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇതാണ് Z ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത് ഇൻ ദി X ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത് ഇൻ ദി Y ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കിയാൽ ഇങ്ങോട്ട് ഉള്ള ഡയറക്ഷനായിരിക്കും X ഡയറക്ഷൻ, ഇങ്ങോട്ടുള്ള ഡയറക്ഷനായിരിക്കും Y ഡയറക്ഷൻ. ഈ കാണുന്ന ഡയറക്ഷനിലാണ് എന്തുള്ളത്? Z ഡയറക്ഷൻ ഉള്ളത്. നമുക്കറിയാം EM വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതുകൊണ്ട് ഈ Xനും Yക്കും മ്യൂച്വലി പെർപെൻഡിക്കുലറായ Z ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ, ഈ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ XZ പ്ലെയിനിലാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ YZ പ്ലെയിനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത്. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ട് പേരും തമ്മിലുള്ള ആംഗിൾ നോക്കിയാൽ മനസ്സിലാകും. ഇറ്റ് ഈസ് 90 ഡിഗ്രിയിലാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓസിലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും മതിയാവും. ദിസ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ചിത്രം ഒന്ന് മനസ്സിരുത്തി നോക്കുക. ഇതിൻ്റെ ഒരു ഐഡിയ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നുള്ളതിൻ്റെ ഒരു സ്കിമാറ്റിക് സ്ട്രക്ചറാണ്. നമ്മൾ വാല്യൂസും എക്സ്പെരിമെൻ്റൽ വാല്യൂസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സിമുലേറ്റ് ചെയ്തെടുത്ത ഒരു ഇമേജാണിത്. അപ്പോൾ ഇതിങ്ങനെയാണ്, ഏറെക്കുറെ ഇങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇരിക്കുന്നത്. ഇൻഫാക്റ്റ് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയാണ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തുക. ഇമേജ് കണ്ടൊന്ന് മനസ്സിലാക്കുക അതെങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണിത് മൂവ് ചെയ്യുന്നതെന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റലി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേഷൻ കാണിക്കാൻ കഴിയുന്ന ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. എന്നാൽ ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിലൊന്ന് ഇതാണ്. ആദ്യം ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ അതൊന്ന് എഴുതി കഴിഞ്ഞാൽ EX is equal to E0 sin KZ minus omega t. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ വൈറ്റിൽ എഴുതാം, അത് ഇറ്റ് ഫീൽസ് മോർ ഗുഡ്. വെക്റ്റർ EX ഈക്വൽ ടു E0 sin KZ, Z ഡയറക്ഷനിലുള്ള പ്രൊപ്പഗേഷൻ, KZ മൈനസ് ഒമേഗ ടി. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഉള്ളത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു E0 ഉണ്ട്. എന്തായിരിക്കാം E0 കൊണ്ട് അർത്ഥമാക്കുന്നത്? E0 കൊണ്ട് അർത്ഥമാക്കുന്നത് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ്. ആരുടെ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ദെൻ ദർ ഇസ് എ K, where K is called propagation constant. യഥാർത്ഥത്തിൽ കെയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമാണ് തീരുമാനിക്കുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ് ഈ വേവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അതിനെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. ഒമേഗ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ആംഗുലാർ ഫ്രീക്വൻസി. ഇങ്ങനെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ വേവ് ഇക്വേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ എന്തിനാണ് ഈ സൈൻ ഇവിടെ വന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചോ? അതിന് കാരണം സൈൻ വേവ് പോലെയല്ലേ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത്.
അങ്ങനെ ഒരു സൈൻ ഫംഗ്ഷൻ്റെ പീരിയോഡിസിറ്റി പോലെയാണ് ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പീരിയോഡിസിറ്റിയും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളവിടെ സൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ചത്. ഇപ്പോൾ കോസ് ഫംഗ്ഷൻ ആയിരുന്നുവെങ്കിൽ നമ്മൾ ഈ വേവ് ഇങ്ങനെ വരച്ചേനെ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഈ ചിത്രത്തിൽ ഇതിങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഇമേജ് ആയതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷനിൽ E0 സൈൻ KZ മൈനസ് ഒമേഗ ടി എന്ന് എഴുതി. ഇതേപോലെ തന്നെ നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനും കൂടെ എഴുതാൻ കഴിയും. അതിങ്ങനെ എഴുതാം. BX അല്ല BY എന്നാണ് എഴുതേണ്ടത്. കാരണം നമ്മുടെ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും Y ഡയറക്ഷനിലാണ് ആരുള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഓക്കെ, സോ ഇക്വേഷൻ നിങ്ങൾ പറയണം. BY ഈസ് ഈക്വൽ ടു B0 സൈൻ KZ മൈനസ് ഒമേഗ ടി. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. ഒരു EM വേവിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ഇതും മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ഇതുമാണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലേ. ഇങ്ങനെ മൈനസ് വന്നാൽ പോസിറ്റീവ് Z ഡയറക്ഷനിലാണ് ഈ വേവ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ പ്ലസ് ആയിരുന്നുവെങ്കിൽ ഈ വേവ് നെഗറ്റീവ് Z ഡയറക്ഷനിൽ സഞ്ചരിച്ചതിന് നേരെ തിരിഞ്ഞേനെ, ബാക്കിലേക്ക് പോയേനെ. അതുപോലെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട റിലേഷൻസ് എഴുതാനുള്ളത്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു 2π/λ എന്നൊരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 2πν. അപ്പോൾ ഈ രണ്ട് റിലേഷനും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, ലെറ്റ്സ് ടേക്ക് ദ റേഷ്യോ ω/K. ω/K എന്നുള്ള റേഷ്യോ എടുക്കുകയാണ്. ω/K എന്നുള്ള റേഷ്യോ എടുക്കുകയാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2πν ഡിവൈഡഡ് ബൈ 2π/λ. അപ്പോൾ ഇത് നോക്കുമ്പോൾ 2π ക്യാൻസലായി. വാട്ട് വി ഗെറ്റ് ഈസ് ന്യൂ ലാംഡ എന്നാണ് കിട്ടുക. ന്യൂ ലാംഡ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു ഇക്വേഷൻ ആണല്ലോ. നമുക്കറിയാം ലാംഡ ഈക്വൽ ടു C/ν എന്നാണ്. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ലാംഡ ഈക്വൽ ടു C എന്ന്. അപ്പോൾ മുകളിൽ കിട്ടിയ ഇക്വേഷൻ അനുസരിച്ച് ω/K ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു C. അത് ഞാനൊന്ന് എടുത്തെഴുതാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. ω/K ഈസ് ഈക്വൽ ടു C അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷന് നമുക്ക് ഇങ്ങനെയും കൂടി ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ω/K. അതും കൂടെ ഒന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സമയം കളയാതെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഈ അധ്യായത്തിൽ പരീക്ഷയ്ക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണത്. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ദെൻ റൈറ്റ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. അങ്ങനെ ഒരു ചോദ്യം നമ്മൾ സാധാരണ കാണാറുണ്ട്. അപ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ്. വളരെ ശ്രദ്ധിച്ചോളൂ. ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് EM വേവ്സ് അക്കോർഡിംഗ് ടു ഫ്രീക്വൻസി. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷനാണ്, തരംതിരിക്കലാണ്. ആരുടെ? EM വേവിൻ്റെ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ. ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ പലതായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ്റെ പേരാണെന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ സ്പെക്ട്രം പ്രധാനപ്പെട്ടതാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, EM വേവ് സത്യത്തിൽ ഒരു തരത്തിലേ ഉള്ളൂ. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ഓസിലേറ്റിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ വേവ് ലെങ്ത് മാറുന്നതനുസരിച്ച് അതിൻ്റെ പ്രത്യേകതകൾ മാറുന്നുണ്ട്, അത് മെറ്റീരിയലുമായി ഇൻട്രാക്ട് ചെയ്യുന്ന രീതി മാറുന്നുണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ മാറുന്നുണ്ട്, അതിൻ്റെ യൂസസ് മാറുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നൊരു കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈവൻ ദോ എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം തന്നെയാണെങ്കിലും അവയുടെ യൂസ് വേറെയാണ്, പ്രൊഡക്ഷൻ വേറെയാണ്, അവയുടെ എനർജി വേറെയാണ്, അവരുടെ പാർട്ടിക്കിൾസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വേറെയാണ്, അവരുടെ പ്രോപ്പർട്ടീസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം വെവ്വേറെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഏത് ഫ്രീക്വൻസിയിലുമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് ഒരേ പ്രോപ്പർട്ടികളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല പേരും കൊടുത്തിരിക്കുന്നത് എന്ന് കരുതി ഇത്ര ഫ്രീക്വൻസി മുതൽ ഇത്ര ഫ്രീക്വൻസി വരെ സ്ട്രിക്റ്റായിട്ട്
ഒരു പർട്ടിക്കുലർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണുള്ളതെന്ന് നമുക്ക് വ്യക്തമായി പറയാനൊന്നും കഴിയില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ആദ്യം നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഒന്ന് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ നമ്മൾ സ്കീമാറ്റിക്കായിട്ട് വരച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, താഴേന്ന് മുകളിലേക്ക് വരുന്നതനുസരിച്ച് ഫ്രീക്വൻസി കൂടി വരികയാണ്. കണ്ടോ, ഇവിടെ 10 ആണ് ഫ്രീക്വൻസി, 10⁻², 10⁻⁴, ദെൻ 10⁻⁵, 10⁻⁶, 10⁻⁷, അങ്ങനെ ഫ്രീക്വൻസി കൂടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ ഒരു കാര്യം ഒന്ന് മനസ്സിലിരുന്നോളുക, E = h/ν എന്നൊരു വളരെ പ്രസക്തമായ ഇക്വേഷൻ ഉണ്ട്. നമ്മളതിലേക്ക് പിന്നീട് വരും, പിന്നീടൊരു അധ്യായത്തിൽ നമ്മളതിനെപ്പറ്റി വരും. എന്നാൽ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജിയുടെ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ നിങ്ങൾ കാണുന്നത് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് h, അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ പ്രശ്നം ഇതാണ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ആൻ EM വേവ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടും, അതൊന്ന് മനസ്സിലിടുന്നതാണ്. ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടങ്ങളിലുള്ള ഫ്രീക്വൻസി വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവിടങ്ങളിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജിയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഏറെക്കുറെ മുൻപോട്ട് എത്ര ഫ്രീക്വൻസി പോയാലും ഈ റീജിയൻ മുതൽ ഈ റീജിയൻ വരെയുള്ള വേവുകളെ ജനറലി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗാമ റേസ്. ഞാൻ അല്പം ഒന്ന് വലുതാക്കാം. ഗാമ റേസ്. ദെൻ 10⁻20 to 10⁻16 ഈ ഗ്യാപ്പിനുള്ളിൽ നിൽക്കുന്നതാണ് എക്സ്റേ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 10⁻18 മുതൽ മുകളിലോട്ട് ഗാമ റേ ആണെന്ന് പറയുമ്പോൾ തന്നെ 10⁻20 മുതൽ താഴോട്ട് 10⁻16 വരെ എക്സ്റേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള വേവുകൾ ഒന്നെങ്കിൽ ഗാമ റേ അല്ലെങ്കിൽ എക്സ്റേ എന്നല്ലേ വരിക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കൃത്യം ഇത്ര ഫ്രീക്വൻസി മുതൽ മുകളിലേക്കുള്ളതെല്ലാം ഗാമ റേ, താഴേക്കുള്ളതെല്ലാം എക്സ്റേ എന്നങ്ങനെ വ്യക്തമായി പറയാനൊന്നും കഴിയില്ല. നമുക്കങ്ങനെ ഒരു സ്ട്രിക്റ്റായ ബൗണ്ടറി ഇല്ല. ഒരു റീജിയനാണ് പറയാൻ കഴിയുക. ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസികൾ പൊതുവിൽ ഗാമയായിരിക്കാം, പക്ഷേ ഈ ഭാഗങ്ങളിലുള്ള ഗാമ റേസ് എക്സ്റേയുടെ പ്രോപ്പർട്ടിയും കാണിക്കാം, ഈ റീജിയനിലുള്ള എക്സ്റേ ഗാമ റേയുടെ പ്രോപ്പർട്ടിയും കാണിക്കാം. അവിടെ എക്സ്റേ ആണോ ഗാമ റേ ആണോ നമുക്ക് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിക്കോളൂ. ദെൻ വി ഹാവ് അൾട്രാ വയലറ്റ്, അതിലും ഫ്രീക്വൻസി കുറഞ്ഞതാണ്. അതിനുശേഷമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് കാഴ്ച സാധ്യമാക്കുന്ന വിസിബിൾ റേ വരുന്നത്. അതിലും ഫ്രീക്വൻസി കുറവാണ് ഇൻഫ്രാറെഡ്, അതിലും ഫ്രീക്വൻസി കുറവായിരിക്കും മൈക്രോവേവ്, ദെൻ ഷോർട്ട് റേഡിയോ വേവ്, ദെൻ ടെലിവിഷൻ അല്ലെങ്കിൽ FM റേഡിയോ വേവ്, ദെൻ AM റേഡിയോ വേവ്, ലാസ്റ്റായിട്ട് ലോങ് റേഡിയോ വേവ്. ഇപ്പോൾ റേഡിയോ വേവുകളിലേക്ക് വന്നപ്പോൾ ഫ്രീക്വൻസി വല്ലാതെ കുറഞ്ഞു എന്ന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം എനർജിയും വല്ലാതെ കുറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു റിലേഷൻ ഇങ്ങനെയുണ്ട്, ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടിയാൽ ലാംഡ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഫിഗറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ ഇവിടെ വേവ് ലെങ്ത്ത് ലോ ആയിരിക്കും, -14 ആണ്, 10⁻⁻14. ഇവിടെ ഫ്രീക്വൻസി കുറവാണെങ്കിൽ വേവ് ലെങ്ത്ത് കൂടുതലായിരിക്കും, 10⁻7 ആണ്. അപ്പോൾ നമ്മളുടെ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓർഡർ ശ്രദ്ധിക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓർഡർ ഓർക്കുന്നതെന്നും മനസ്സിൽ വെച്ചോണം. ഫോർ എക്സാമ്പിൾ, ഫ്രീക്വൻസി കൂടി വരുന്ന ഓർഡറിൽ ശ്രദ്ധിച്ചിരുന്നോണം. ഫ്രീക്വൻസി കൂടി വരുന്ന ഓർഡറിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ കൂടി വരുന്ന ഓർഡറിലാണ് എഴുതുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ആദ്യം എഴുതണം. ഏതെഴുതണം? റേഡിയോ വേവ് എന്ന് ആദ്യം എഴുതണം. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ റേ. ഇതേ ഉത്തരം തന്നെ കിട്ടും എങ്ങനെ? വേവ് ലെങ്ത്ത് കുറഞ്ഞു വരുന്ന ഓർഡറിൽ. ഫ്രീക്വൻസി കൂടി വരുന്ന ഓർഡറിൽ അല്ലെങ്കിൽ വേവ് ലെങ്ത്ത് കുറഞ്ഞു വരുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇത് തന്നെ എഴുതേണ്ടത്. റേഡിയോ വേവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗാമ റേയിലെത്തുക. ഇനി ക്വസ്റ്റ്യൻ തിരിച്ചിട്ടു, ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന റേഡിയേഷൻ. ഓക്കെ, ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഓർഡറിൽ അല്ലെങ്കിൽ വേവ് ലെങ്ത്ത് കൂടി വരുന്ന ഓർഡറിൽ. അങ്ങനെ പറഞ്ഞാൽ നേരെ തിരിച്ചെഴുതണം. ഗാമ റേയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഗാമ റേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്, അങ്ങനെ എഴുതണം. ക്ലിയർ? അപ്പോൾ ഈ ഓർഡർ മനസ്സിലുണ്ടായിരിക്കണം. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതും മനസ്സിലുണ്ടായിരിക്കണം. ഇവിടെ വിശേഷാൽ വിസിബിൾ ലൈറ്റിനെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രത്തിലെ വേവ് ലെങ്ത്തുകളാണ്. ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത്ത് 400 നാനോമീറ്ററാണ്. അത് വയലറ്റ് ലൈറ്റിനെ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടിയ വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത് 700 നാനോമീറ്ററാണ്. അത് റെഡ് ലൈറ്റിനെ സൂചിപ്പിക്കുന്നു. അതിനിടയിലുള്ള നിറങ്ങളുടെ റേഞ്ചാണ്. അതൊക്കെ നമുക്ക് പരിചിതമായ കാര്യം തന്നെയാണ്.
ഞാൻ മറ്റൊരു ഫിഗർ ഉപയോഗിച്ച് ഇത് അല്പം കൂടെ വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം. അതവിടെ നോക്കിക്കോളൂ, ഫ്രീക്വൻസി വളരെ കൂടുതലാണ്, പക്ഷേ വേവ് ലെങ്ത് വളരെ കുറവാണ്. ഇവിടെ വേവ് ലെങ്ത് കൂടുതലാണ്, എന്നാൽ ഫ്രീക്വൻസി കുറവായിരിക്കും. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേ, അതിനിടയിൽ വരുന്നതാണ് എന്ത്? വിസിബിൾ. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഓരോ റേഡിയേഷൻസും ഓർത്തിരിക്കാനുള്ളൊരു കോഡാണ് ഇനി പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളാം. ഇവിടെ തന്നെ എഴുതാം, നോക്കിക്കോളാം. ഓക്കെ, RMI ലക്സ് ജി, ഇങ്ങനൊരു കോഡ് ഞാൻ എഴുതി. RMI ലക്സ് ജി, RMI ലക്സ് ജി എന്താണ് ഉദ്ദേശിക്കുന്നത്? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ലൈറ്റ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേ. മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, ഗാമ റേക്കാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്, എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്, എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത്. അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടി വരികയാണ്, ഇൻക്രീസിങ്. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളയാൾ ഇവിടെയായിരിക്കും റേഡിയോ വേവ്, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആൾ ഇവിടെയായിരിക്കും ഗാമ റേ. അപ്പോൾ ഇങ്ങനൊരു കോഡ് പോലെ മനസ്സിലോർത്ത് വെച്ചേക്കുക, RMI ലക്സ് ജി. ഇനി ക്വസ്റ്റ്യൻ തിരിച്ചു തരികയാണെന്ന് വിചാരിക്കുക, ഫ്രീക്വൻസി കുറയുന്ന ഓർഡറിൽ എഴുതുക. നമ്മൾ ഇതേ കാര്യം തിരിച്ചെഴുതും. ഗാമ റേ, എക്സ്റേ, UV, ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവും തിരിച്ചെഴുതും. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലുണ്ടായിരിക്കണം, ഈ കോഡ് ഒന്ന് മൈൻഡിൽ സൂക്ഷിച്ചോളുക. ഓക്കെ, അപ്പോൾ ഇത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.